ഹലോ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുറച്ചായി ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ടൈം കിട്ടുന്നില്ല കേട്ടോ, അതാണ് സംഭവം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നാഷണൽ ഡേയുടെ ഹോളിഡേ ആയിട്ട് നമ്മളൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ പോകുന്ന വഴിക്ക് നമ്മുടെ നാട്ടിൽ ബന്ദി ജമന്തി എന്നൊക്കെ പറയുന്നത്, അപ്പോൾ അത് കണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പിംഗ് എടുത്തേ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കാകെ 2 ദിവസം ഉള്ളായിരുന്നു ഓഫ്. എനിക്ക് സൺഡേയും മൺഡേയും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിലേക്ക് പോകാമെന്ന് വെച്ചു. അപ്പം താഴെ നമ്മുടെ ഫ്രണ്ടും ഫാമിലി ഉണ്ടല്ലോ. അപ്പം ചേട്ടൻ്റെ അമ്മയൊക്കെ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് അമ്മയൊന്നും വന്ന് കണ്ടിട്ടില്ല. അപ്പോൾ അമ്മേനെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കാമെന്ന് വെച്ച് ഗ്ലോബൽ വില്ലേജിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇതാ വണ്ടിയൊക്കെ നമ്മൾ പാർക്ക് ചെയ്ത് നല്ല തിരക്കായിരുന്നു. കുറച്ച് നടന്നിട്ടുണ്ട് നമുക്ക് എൻട്രൻസിലോട്ട് പോകാനായിട്ട്. അങ്ങനെ നമ്മളിതാ നടന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടന്മാർ രണ്ടുപേരും കൂടി പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ വെയിറ്റ് ചെയ്ത് വെളിയിൽ നിൽക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ മറ്റേ ഉത്സവത്തിനൊക്കെ പോകുമ്പം കാണുന്ന ആ ഒരു തിരക്കിൽ അത്രയും തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കയറിയ പാടെ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങ് ആദ്യമേ എടുക്കാമെന്ന് വെച്ചു. അല്ലെങ്കിൽ പിന്നെ ലൈറ്റും പോവും, പിന്നെ നല്ല തിരക്കൊക്കെ ആവത്തില്ലേ. അപ്പോൾ പിന്നെ ആദ്യമേ തന്നെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ നടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ കയറിയത് ജോർദാനിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് എല്ലാ പവലിയനും ഉണ്ട്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും നമുക്ക് അവരുടേതായ കുറേ ഡ്രസ്സ് ഷോപ്സ് അങ്ങനെ എന്തൊക്കെ കുറേ ഉണ്ട്. എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ പക്ഷെ നമ്മൾ എവിടെ നിന്നും ഒന്നും വാങ്ങിയിട്ടില്ല. കാര്യം നല്ല റേറ്റാണ്. നമ്മൾ പൊതുവെ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പകുതിയുടെ പകുതി ആവുള്ളൂ. അപ്പോൾ അവരുടേതായ ഡ്രൈ ഫ്രൂട്ട്സ് സ്പൈസസ് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും എല്ലാവരും കൂടി ഇങ്ങനെ ഓരോന്നൊക്കെ കണ്ടിങ്ങനെ നടക്കുമായിരുന്നു. അടുത്ത് നമ്മൾ പോയത് നമ്മുടെ സ്വന്തം ഇന്ത്യയിലേക്കാണ് കേട്ടോ. അപ്പോൾ മോൾക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് സ്വെറ്ററും കാര്യമൊക്കെ ഇട്ട് കൊടുത്ത് അവളെ ഒന്ന് സെറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെയും ഓൾമോസ്റ്റ് ഒരുപാട് സ്റ്റോളുകളുണ്ടായിരുന്നു. നമുക്ക് എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും, ചൈന, റഷ്യ, ഒമാൻ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പം എല്ലാം നമുക്കങ്ങനെ കവറാക്കാൻ പറ്റില്ല. ഞാനിപ്പം ഒരു 3 വട്ടം വന്നിട്ടുണ്ടെങ്കിലും ഞാനെല്ലാം ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. കുറച്ച് നമ്മൾ നടക്കാൻ ഒരുപാടുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ കാല് കഴിക്കുമല്ലോ, അപ്പോൾ കുറച്ചേ നടക്കാറുള്ളൂ. അപ്പോൾ കുറച്ചൊക്കെ കണ്ടു. പിന്നെ അവിടെ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ നേരെ ഒരു ഫുഡിൻ്റെ സ്റ്റോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നേരെ നടന്നു വന്നപ്പോഴത്തേക്ക് ഈ 1 ദിർഹം 2 ദിർഹം 5 ദിർഹം എന്നൊക്കെ പറഞ്ഞ് കുറേ കമ്മൽ. അപ്പം നമുക്കതൊക്കെ ആയിരിക്കുമല്ലോ നോട്ടം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് കമ്മലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നാട്ടിൽ സെയിം കിട്ടുന്ന ആ ഒരു ഐറ്റംസാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ ഇത്രയും റേറ്റ് കുറഞ്ഞു കണ്ടത്. അപ്പം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എന്തോ സ്റ്റേജ് പ്രോഗ്രാമും ഓരോ പവലിയോണിലും അവരുടേതായ ഒരു കുഞ്ഞ് സ്റ്റേജ് കാണും. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ നടക്കും. അവരുടെ കൾച്ചറൽ പ്രോഗ്രാംസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് സ്റ്റാർട്ടായില്ല, നമ്മൾ കുറച്ച് നേരത്തെ ആയിരുന്നു. അപ്പം 7:30 എന്തായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി. പിന്നെ ഇങ്ങനെ നോക്കി നടന്നപ്പോഴത്തേക്ക് ഇവിടെ 2 ചേച്ചിമാരിയ്ക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് അവരിരുന്ന് മെഹന്തി ഇടാണ് കേട്ടോ. അപ്പോൾ ഇവർക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ അവരതിടുന്നത് കണ്ടുകൊണ്ട് നിന്നു. എന്നിട്ട് നമ്മൾ നേരെ അവിടുന്ന് അടുത്തടുത്തോട്ട് പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലായിരിക്കും നമ്മൾ കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്തത് കേട്ടോ. കാര്യം കുറേ സാധനങ്ങളൊക്കെ കാണാനും വാങ്ങാനും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മളിത് ഒരു സ്ട്രീറ്റ് കണക്കാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ ഇവിടെ നമ്മൾ ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കേൾക്കാനാണേ. പിന്നെ അവിടുന്ന് നേരെ നടന്നു. അപ്പം ഒരു മെയിൻ സ്റ്റേജ് കാണും, പിന്നെ പ്ലേ ഏരിയ, പിന്നെ കുറേ പവലിയനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തോ പ്രോഗ്രാമൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ട് നമ്മൾ നിന്നില്ല. പിന്നെ നമ്മൾ ആദ്യമേ കയറിയത് ഈ ബോക്സ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റണ്ട് ഷോ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ എപ്പോൾ വന്നാലും കയറാറുണ്ട് കേട്ടോ. പക്ഷേ ഇത്തവണ കയറാൻ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. കാര്യം മോളുണ്ടല്ലോ, അപ്പോൾ അവൾക്ക് ശരിയാവുമോ എന്നറിയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ എന്തായാലും വന്ന് ഇരിക്കാമെന്ന് വെച്ചു, ഇരുന്നു. പിന്നെ കപ്പലണ്ടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിരിക്കാമെന്ന് വെച്ചു. അങ്ങനെ നമ്മളെല്ലാവരും സെറ്റായി. മോള് വലിയ കുഴപ്പമൊന്നുമില്ലാതെയായിരുന്നു തുടക്കത്തിലിരുന്നത്. പക്ഷേ അത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ നല്ല കരച്ചിലായിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര സൗണ്ടും ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവൾക്കതങ്ങോട്ട് അത്ര പേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് അങ്ങനെ അവൾ കുറേ നേരം കരഞ്ഞു. പിന്നെ സൗണ്ട് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും എഴുന്നേറ്റ് വെക്കും, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഇത് നല്ല രസമാണ് കേട്ടോ. നമുക്ക് നല്ലൊരു എൻജോയ്മെൻറ്റാണ്. എനിക്കൊന്നൊരു 20 മിനിറ്റ് കണ്ടേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കണ്ടു. അതൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നേരെ നമ്മൾ അടുത്തത് പോയത് ഗെയിംസൊക്കെ ഉള്ള സെക്ഷനുണ്ട്, റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചു. അപ്പം ഇതിലൊന്നും കയറാൻ നമ്മൾ നിന്നില്ല. കാര്യം മോളും
പിന്നെ മറ്റേ അരുൺ സാനും എൻ്റെ മോനും ഒക്കെ ഉള്ളതുകൊണ്ട് അവർ കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ അവർക്കൊക്കെ പാടാണ്. പിന്നെ നല്ല തിരക്കാണ്, ഒരിടത്ത് കയറണമെങ്കിൽ തന്നെ നല്ല തിരക്ക്, ക്യൂ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അത്രയും ടൈം കളയണ്ടെന്ന് വെച്ചു, ജസ്റ്റ് എല്ലാം കറങ്ങിയൊക്കെ നടന്ന് കണ്ടു. ഇതിനിടയ്ക്ക് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അരുൺ സാനും തന്നെ ഏതോ ഒന്നിനകത്ത് കയറിയിരുന്ന് ജസ്റ്റ് എന്തോ റൈഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കുറേ നേരം അവിടെയൊക്കെ നടന്നു. അപ്പോഴത്തേക്ക് തന്നെ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ഈ ഹൗസ് ഓഫ് ഫിയറിൽ കയറണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ നേരത്തെ. പക്ഷേ മോളുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും കയറണ്ടെന്ന് വെച്ചു. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ടൈമിംഗ് ഉണ്ട് ഓരോ ഷോയ്ക്കും, അപ്പോൾ അതെല്ലാം കാണാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ എന്താക്കി, പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ തായ്ലൻഡിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു അടുത്തത് ഒമാൻ്റെത്, ഇവിടെ ഒന്നും നമ്മൾ കയറിയില്ല, ജസ്റ്റ് ഇങ്ങനെ പോയതേ ഉള്ളൂ. പിന്നെ ചൈന ഉണ്ടായിരുന്നു. പിന്നെ പിന്നെന്തുണ്ടായിരുന്നു, പിന്നെ അത്രയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഓൾമോസ്റ്റ് കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളതാ നേരെ പുറത്തിറങ്ങാമെന്ന് വെച്ചു. ഒരു 10-11 മണിയൊക്കെ ആയി കാണും. അങ്ങനെ ഞങ്ങളുടെ കൂടെ വന്ന് അരുൺ സാനുവിനെ മോനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. നല്ല തിരക്കായിട്ട് അവർ രണ്ടുപേരും ഇങ്ങോട്ട് പോയി, അപ്പം നമ്മൾ ഇത്ര ഒരുമിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ അത്രയുള്ളായിരുന്നു ഇന്നത്തേക്ക് വീഡിയോ. നല്ല രസമായിരുന്നു കേട്ടോ, ഒരു ടൈം പോകുന്നത് നമുക്കറിയില്ല. അപ്പം മോൾക്ക് ഭയങ്കരമായിട്ട് ലൈറ്റും കാര്യമൊക്കെ ഇഷ്ടപ്പെട്ടു, കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ